എന്നെ ചതിച്ചതാണെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. കീർത്തിയോ ഞാനോ അല്ല തെറ്റ് ചെയ്തത്. എന്റെ ഏട്ടന്റെ ഭാര്യയായ അഞ്ജലിയും അവളുടെ ബോയ് ഫ്രണ്ട് പ്രേംരാജുവാണ് ഈ ചതിക്ക് പിന്നില്. എന്നെ കൊടുക്കാനായിട്ട് അവരെന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചു. അതാണ് സത്യം. തെളിവുണ്ടോ കയ്യിൽ? അവരാണ് ചതിച്ചതെന്നതിന് തെളിവുണ്ടോ? എന്തിനാണ് തെളിവ്? അതാണ് സത്യം. സാർ അവരെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താ അവർ സത്യമൊക്കെ തുറന്നു പറയും. പുറത്തിറങ്ങിയ ശേഷം തെളിവ് സഹിതം അവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാന്ന് കരുതിയാണ് നേരത്തെ ഈ കാര്യം പറയാതിരുന്നത്. ചെയ്യാത്ത കുറ്റം കീർത്തി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞത്. അവരാണ് ചെയ്തതെന്നതിന് ഒരു തെളിവുമില്ല. മറ്റുള്ളവരുടെ തലയിൽ വെറുതെ കുറ്റം ചാർത്തിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. വെറും ഊഹത്തിന്റെ പേരിൽ അവരുടെ പുറകെ നടന്ന് സമയം കളയാൻ എന്നെ കിട്ടില്ല. കുറ്റം കീർത്തി ഏറ്റെടുത്ത് കഴിഞ്ഞു. അറസ്റ്റും രേഖപ്പെടുത്തി. കീർത്തി ജയിലിൽ പോവും. ഇവിടെ ലോക്കപ്പിൽ അടയ്ക്കേ. വാടി ഇവിടെ. ഇനി ഇവിടെ നിന്ന് നാടകം കളിച്ചാ ഇടിച്ചു നിന്റെ എല്ല് ഞാൻ ഊരും. കേറിങ്ങോട്ട്. വേണ്ട കീർത്തി, ഇത് വേണ്ട. എനിക്ക് വേണ്ടി നീ ശിക്ഷ ഏറ്റുവാങ്ങണ്ട. എന്താ രാഹുൽ ഇത്? ചെല്ലൻ, ഞാൻ പറഞ്ഞതനുസരിക്ക്. കിട്ടിയ അവസരം നശിപ്പിക്കില്ലേ. വന്നു ചേർന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. എന്ത് ഭാഗ്യം? നിന്റെ സന്തോഷം കെടുത്തിയിട്ട് എനിക്ക് ആ ഭാഗ്യം വേണ്ട. എനിക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്ക് രാഹുൽ. രാഹുൽ ചെല്ല്. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതനുസരിക്ക്. ചെല്ല് രാഹുൽ. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇതൊരു പോലീസ് സ്റ്റേഷനാ, നിങ്ങളുടെ വീടല്ല. പിടിച്ചു പുറത്താക്കണോ ഇവനെ. കീർത്തി, ഇത് വേണ്ടായിരുന്നു. എനിക്ക് വേണ്ടി നീ ത്യാഗം സഹിക്കണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ശരി, ഞാൻ അല്പം തിരക്കിലാണ്. ഓക്കെ. നീ ഇതുവരെ പോയില്ലേ? മോനെ, കോടതി നിന്നെ കാത്തു നിൽക്കില്ല. ഞാനിത് ഇറങ്ങി. നീ തനിയെ വരേണ്ടതില്ല, കൂടെ രാഹുലും ഉണ്ടാവും. മോനെ, നിനക്ക് ജാമ്യം അനുവദിച്ചോടാ മോനെ. അല്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യായ സ്ഥിതിക്ക് നിന്നെ വെറുതെ വിട്ടോ? ഞാൻ കോടതിയിലേക്ക് ഇറങ്ങുമായിരുന്നു. നിന്നെ ജാമ്യത്തിലെടുക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നു. അതിന്റെ ആവശ്യം വന്നില്ല. എന്നെ CI വെറുതെ വിട്ടു. എന്നെ വിടാൻ കാരണം കീർത്തിയാ. കുറ്റം കീർത്തി ഏറ്റെടുത്തു. കീർത്തിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും അഞ്ജലിയും പറഞ്ഞപ്പോ എല്ലാരും ഞങ്ങളുടെ മെക്കിട്ട് കയറി. അവളാണ് രാഹുലിനെ ചതിച്ചതെന്ന് മനസ്സിലായില്ലേ? രാഹുലിന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് അവള് തന്നെയാ. ഒടുവില് ഗത്യന്തരമില്ലാതെ അവക്ക് കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കണം. അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. കീർത്തിയല്ല എന്നെ ചതിച്ചത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടാനായിട്ട് കീർത്തി കുറ്റം ഏറ്റെടുത്തതാ. അത് കള്ളം. ഞാൻ ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന് എന്നെ പോലെ തന്നെ കീർത്തി ആഗ്രഹിച്ചിരുന്നു. എന്റെ കരിയർ നഷ്ടപ്പെടാതിരിക്കാൻ അവൾ കുറ്റം ഏറ്റെടുത്തു. എന്നെ രക്ഷപ്പെടുത്തി.
എന്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് അവളായിരുന്നെന്ന് സിയോട് കീർത്തി കള്ളം പറഞ്ഞു. കുറ്റസമ്മത മൊഴിയിൽ അവൾ ഒപ്പിട്ടു. ഞാൻ വിലക്കിയതാ, പക്ഷെ അവൾ വഴങ്ങിയില്ല. കീർത്തി ഇപ്പൊ ലോക്കപ്പിലുള്ള. ഇന്ന് തന്നെ അവൾ കോടതി ഹാജരാക്കും. എന്ത് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അവളെ പുറത്തിറക്കണം. അവൾ ജയിലിൽ പോകരുത്. ഞാനതിന് അനുവദിക്കില്ല. രാഹുൽ, കീർത്തി ഇറക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ പെട്ടെന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് ചെല്ല്, ക്യാമ്പിൽ റിപ്പോർട്ട് ചെയ്യേ. നീ പെട്ടെന്ന് പോകാൻ നോക്ക്. അതിനുവേണ്ടിയാണല്ലോ കീർത്തി കുറ്റം ഏറ്റെടുത്ത് നിന്നെ പുറത്തിറക്കിയത്. കോവിഡ് കാരണം ക്യാമ്പ് മാറ്റിവെച്ചു. അത് കള്ളം. പോവാതിരിക്കാനായി നീ കള്ളം പറയാ. അല്ല ഏട്ടാ, സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു. ഒരു അഡ്വക്കേറ്റിനെ കാണണം, അവളെ പുറത്തിറക്കിയേ പറ്റൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനും ജീവിക്കുന്നു. മോനെ, ഇതൊക്കെ ഒരു നാടകം ഏട്ടത്തി. കുറ്റം ചെയ്ത കീർത്തി പിടിക്കപ്പെടുമെന്നായപ്പോ അത് ഏറ്റെടുത്തു. രാഹുലിന് വേണ്ടി ത്യാഗം ചെയ്യുന്നു വരുത്തി തീർക്കാനായി കള്ളം പറഞ്ഞു. അത് രാഹുൽ വിശ്വസിച്ചു. കഷ്ടം. മതി. ആ കുട്ടിയുടെ കാലിൽ വീണ് നമസ്കരിക്കാൻ നമ്മൾ വേണ്ടത്. ഓ പിന്നെ എടീ, ഇനിയെങ്കിലും കീർത്തിയെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയും. ആ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കേ. പാവം എന്റെ മോൻ. നീ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? റോഷൻ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എന്തു പറ്റി നിനക്ക്? കീർത്തന വിളിച്ച് നിന്നോട് വല്ലതും പറഞ്ഞോ? എന്റെ മോള് എന്തു പറ്റിയടി? ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. രാഹുല് നാളെ പുറത്തിറങ്ങുമെന്ന് അവൾ ഇന്നലെ രാത്രി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മ. രാഹുലിനെ പുറത്തിറക്കാൻ വേണ്ടി കീർത്തി കുറ്റം ഏറ്റെടുത്ത് എന്റെ മോളിപ്പോ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. എന്തു മണ്ടത്തരം അവള് കാണിച്ചത്? നിന്നോട് ആരാ ഇത് പറഞ്ഞത്? കലാവതിയെ വിളിച്ച്. പേടിക്കാനൊന്നുമില്ല, അവളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അവരവളെ ജാമ്യത്തിന് പുറത്തിറക്കുമെന്ന് പറഞ്ഞത്. പുറത്തിറങ്ങിയാലും കേസ് നിലനിൽക്കില്ലേ? ജാമ്യം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? എന്റെ മോള് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് അമ്മ പറയുന്നത്. ഒരു പെൺകുട്ടിയല്ലേ അവള്? ഇതൊക്കെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരില്ലേ? സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി ത്യാഗം ചെയ്തതാണെന്ന് അവരറിയോ? സ്വന്തം ജീവിതം കൊണ്ടാണ് അവള് കളിച്ചത്. അതാടി സ്നേഹം. രാഹുല് ഭാഗ്യമുള്ളവനാ. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല അമ്മ. എന്റെ കുഞ്ഞ് പോലീസുകാർ അവളെ ഉപദ്രവിച്ച് കാണൂ. അവൾക്ക് ജയിലിൽ പോകേണ്ടി വരുമോ? ഞാൻ അവളെ ചെന്നൊന്ന് കാണട്ടെ. സരസ്വതി, വേണ്ട. കുറ്റം ഏറ്റെടുത്തതാണെങ്കിലും ഈ അവസ്ഥയിൽ നീ അവളെ കാണണ്ട. പണമുള്ളവരാണ് രാഹുലും വീട്ടുകാരും. അവര് പ്രഗത്ഭനായ വക്കീലിനെ വെക്കുമായിരിക്കും. അവളെ പുറത്തിറക്കുമെന്ന് കലാവതി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറക്കുകയും ചെയ്യും. നീ സമാധാനപ്പെട്, കാത്തിരിക്ക്. നമ്മുടെ മോള് വരും. സർ, ആ ഫോണും തരുമോ? എന്തിനാ ഫോൺ? തന്റെ വീട്ടിലേക്ക് വിളിച്ചറിയിക്കാനോ? ഈ ചൂടുവാർത്ത അവരൊക്കെ അറിഞ്ഞു കാണും. താനായിട്ട് വിളിച്ചറിയിക്കണ്ട. സർ, എനിക്കൊന്ന് രാഹുലിനെ വിളിക്കണമായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോയോന്നറിയാനാ. പോകില്ല രാഹുൽ,
എന്നെ ഇവിടെ വിട്ടിട്ട് പോവില്ല. എങ്ങനെയെങ്കിലും രാഹുലിനെ പറഞ്ഞയക്കണം. ഇത്രയും സ്നേഹമുള്ള കാമുകിയെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. മോള് തൽക്കാലം ആരെയും വിളിക്കണ്ട. നമുക്കിപ്പോ കോടതിയിലേക്ക് പോവാം. തന്നെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. താൻ ജയിലിലേക്ക് പോവും. അടുത്ത കാലത്തൊന്നും താൻ തന്റെ അമ്മയുടെയും രാഹുലിന്റെ അടുത്ത് എത്താൻ പോകുന്നില്ല. എനിക്ക് പേടിയില്ല സർ, സന്തോഷമുള്ളൂ. എന്റെ രാഹുൽ രക്ഷപ്പെടുമല്ലോ. ഞാൻ ജയിലിലായിരിക്കാം. എവിടെയാണെങ്കിലും എന്റെ അടുത്ത് തന്നെ എന്റെ അമ്മയും രാഹുലും ഉണ്ടാവും. ദാ ഇവിടെ. ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടറിയണം. കുറച്ചുകാലം ജയിലിൽ കിടക്കുമ്പോ പാഠം പഠിക്കും. ആരൊക്കെ ഓർക്കും, ആരൊക്കെ മറക്കുമെന്ന് തനിക്ക് മനസ്സിലാവും. തുറക്ക്, സമയം കളയണ്ട. സർ വാ. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കാതെ. കീർത്തിക്ക് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടും, ഉറപ്പാണ്. കിട്ടിയില്ലെങ്കിലോ എന്റെ കുട്ടി ജയിലിൽ കിടക്കണ്ടേ? അതും ചെയ്യാത്ത കുറ്റത്തിന്. വേണ്ടായിരുന്നു. രാഹുലാണോ മോനെ വിളിക്കണത്? അല്ല. ഹലോ രവീന്ദ്ര സർ, ഇത് ജോസഫാണ്. ഡാനിയലച്ചന്റെ കൂടെയുള്ള ജോസഫാ? എന്താ ജോസഫ്, എന്തിനാ വിളിച്ചത്? സാറിനെയും കലാവതി മേടത്തെയും അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തേക്കൊന്ന് വരണം. എന്താ ജോസഫ്, എന്തിനാണ് അച്ഛൻ കാണണമെന്ന് പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വരണം. വരാൻ ജോസഫ്. ഓക്കെ. ആ, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജോസഫാണ് വിളിച്ചത്. ഡാനിയലച്ഛന്റെ സഹായി. ഞങ്ങളെ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന്. പെട്ടെന്ന് തന്നെ ചെല്ലണം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തിനാണ് വിളിച്ചതെന്നറിയില്ല. നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? രണ്ടുപേരും ചെന്ന് അച്ഛനെ കാണ്. അച്ഛന്റെ പേര് കേൾക്കുമ്പോ തന്നെ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ വീണ്ടും തികട്ടി വരും. ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നലുണ്ടാവും. ഞാൻ വരുന്നില്ല രവിയേട്ട. രവിയേട്ടൻ പൊയ്ക്കോളൂ. എന്താ കലാവതി ഇത്? നീ കൂടെ ചെല്ല്. അച്ഛൻ കാണണമെന്ന് പറഞ്ഞതല്ലേ? പേടിയാണ് എനിക്ക്. അച്ഛൻ തന്ന സമ്മാനം തിരികെ ചോദിക്കുമോ എന്ന പേടി. തന്ന സമ്മാനമല്ലല്ലോ, ചോദിച്ചു വാങ്ങിയ സമ്മാനല്ലേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നിങ്ങൾ ചെല്ല്. കലാവതി വാ, സമയം കളയണ്ട. സാർ, ഒരു മിനിറ്റ്. സാറ് തലവണിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണോ? താനെന്താ ഉടക്കാൻ നിൽക്കുകയാണോ? കോടതിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് സാറെന്താ കീർത്തിയോട് പറഞ്ഞു? എന്റെ ഇവളുടെ അമ്മയുടെ അടുത്തൊന്നും കീർത്തി എത്തില്ല എന്നല്ലേ? ജയില് കുറ്റം ചെയ്തവർക്കുള്ളതാ, എന്നെയോ കീർത്തിയെ പോലുള്ളവർക്കല്ല. അത് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് കീർത്തിക്ക് കോടതി ജാമ്യം അനുവദിച്ചു. ജാമ്യം കിട്ടി, തൽക്കാലം രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇനി ജയിലിൽ പോകേണ്ടി വരില്ല എന്നാരും വിചാരിക്കരുത്. നമുക്ക് കാത്തിരുന്ന് കാണാം. സാറാണ് ഈ കേസ് ഇത്രയും വഷളാക്കിയത്. സ്റ്റേഷനിൽ വെച്ച് ജാമ്യം നൽകി വിടാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ സാറ് ശ്രമിച്ചില്ല. വാശിയോടെ മുഖം തിരിച്ചു. ഞാൻ നിരപരാധിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ സാറത് ചെയ്കൊണ്ടില്ല. എന്നെ രക്ഷിക്കാനായിട്ട് കീർത്തി കുറ്റം ഏറ്റെടുത്തതാ. ഒക്കെ മനസ്സിലാക്കിയിട്ടും സാറ് കീർത്തി ജയിലിലടക്കാൻ ശ്രമിച്ചു. സത്യം മാത്രമേ വിജയിക്കൂ സാറേ. യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് തെളിവ് സഹിതം ഞാൻ സാറിനെ മുമ്പിൽ കൊണ്ടിടും. അതിനധികം ദിവസമൊന്നും വേണ്ട. താൻ അധികം പ്രസംഗിക്കൊന്നും വേണ്ട. കുറ്റം ചെയ്തവരെ തെളിവ് സഹിതം എന്റെ മുമ്പിൽ എത്തിക്ക്. അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കുറ്റം ചെയ്തവരെ കണ്ടെത്തേണ്ടത് സാറിന്റെ ജോലിയാ. എങ്കിലും ഞാനത് ചെയ്യാം. തെറ്റ് ചെയ്തവരെ ഞാൻ സാറിന് മുമ്പിൽ എത്തിക്കും.
അപ്പോ സാറ് ഞങ്ങളോട് കാണിച്ചവനൊക്കെ ക്ഷമ ചോദിക്കോ? പിണക്കാതിരിക്കുന്നതാണ് നല്ലത്. ആളിത്തിരി പെശകാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല സർ. ഇനി മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാമല്ലോ. കീർത്തി പുറത്തിറങ്ങിയില്ലേ? താങ്ക് യു സർ. അപ്പൊ കാണാം. തന്നെ ചതിച്ചവരെ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്നെത്തിക്കും. സമയം കളയരുത്. ഓക്കെ? എവിടെ പോകുന്നു? എവിടെ നിൽക്ക്? കുറ്റം ചെയ്യാത്ത ഞാൻ എന്തിനാ കുറ്റം ഏറ്റെടുത്തത്? തന്നെ പുറത്തിറക്കാൻ. ഇന്ത്യൻ ടീമിൽ താൻ ഉണ്ടാവണം എന്ന ആഗ്രഹം കൊണ്ട് ഞാൻ അത് ചെയ്തത്. എന്നിട്ട് ബാംഗ്ലൂരിലെ ക്യാമ്പിൽ ചേരാൻ പോയില്ല, ഇവിടെ കാത്തു നിൽക്കുന്നു. എന്നെ ജാമ്യത്തിൽ ഇറക്കാനാണ് ഇവിടെ നിന്നതെങ്കിൽ വേണ്ടായിരുന്നു. അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. പിന്നെ റോഷൻ സാറും ഉണ്ടല്ലോ നാട്ടില്. ബാംഗ്ലൂരിൽ നടക്കായിരുന്ന ക്യാമ്പ് നീട്ടിവെച്ചു. കൊറോണ തന്നെ കാരണം. അത് കള്ളം. സത്യ, അവരെന്നെ വിളിച്ചു പറഞ്ഞതാ. സത്യം? സത്യം. കീർത്തിയാണ് സത്യം. ഇനി ക്യാമ്പ് നീട്ടിവെച്ചില്ലെങ്കിലും ഞാൻ പോവായിരുന്നില്ല. തന്നെ ഈ അവസ്ഥ വിട്ടിട്ട് ഞാൻ പോവോ? എന്തായാലും ക്യാമ്പ് നീട്ടിവെച്ചത് നന്നായി. ഇനിയും പോവാലോ, ഇന്ത്യൻ ടീമിൽ കളിക്കാലോ. എന്തൊരു സ്നേഹം അവിടെ തനിക്ക് എന്നോട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നെ പുറത്തിറക്കാൻ വേണ്ടി താൻ... തനിക്ക് ഏറ്റവും ഇഷ്ടം ഫുട്ബോളിനോടല്ലേ? തന്റെ സ്വപ്നമല്ലേ ഇന്ത്യൻ ടീമിൽ കളിക്കാന്നുള്ളത്? പാവത്തിന്റെ സ്വപ്നം നടന്നോട്ടെ എന്ന് കരുതി ഞാൻ കുറ്റം ഏറ്റെടുത്തതാ. അല്ലാതെ എനിക്ക് തന്നോട് ഒരു ഇഷ്ടവുമില്ല. എല്ലാം എനിക്ക് മനസ്സിലാവും. നിന്ന് ചിണുങ്ങാതെ വരാൻ നോക്ക്. ആ സിയോട് പറഞ്ഞതല്ലേ ചതിയന്മാരെ മുന്നിൽ എത്തിക്കുമെന്ന്. അധികം വൈകിക്കണ്ട. കൂടുതൽ അന്വേഷണമൊന്നും വേണ്ട. ചതിച്ചത് അഞ്ജലിയും പ്രേംരാജും തന്നെ. തെളിവ് കണ്ടെത്തണം. എവിടുന്ന് തുടങ്ങണമെന്ന് എനിക്കറിയാം. നിങ്ങളെ അച്ഛൻ തൊട്ടു മുമ്പ് വരെ ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ വന്നോന്ന്. തീരെ വയ്യ അച്ഛന്. അസുഖങ്ങൾ ഒന്നു രണ്ടുമല്ല, പിന്നെ പ്രായമായില്ലേ. പകലായാലും രാത്രിയായാലും ഉറക്കം തീരെയില്ല. എന്തൊക്കെയോ അച്ഛൻ്റെ മനസ്സിനെ കുത്തി നോവിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. വരൂ. അച്ചോ, അവര് വന്നു. ഉറങ്ങിയതൊന്നുമല്ല, വെറുതെ കണ്ണടച്ച് കിടക്കുന്നതാ. കണ്ണടയ്ക്കുമ്പോൾ ഓർമ്മകളുടെ പ്രളയമുണ്ടാകുന്നു മനസ്സിൽ. ഒരു കുത്തൊഴുക്കിൽ എന്ന പോലെ അതങ്ങനെ വരുന്നു. കരുണയോടെ നീട്ടിപ്പിടിച്ച് എന്റെ കരങ്ങൾ പിടിച്ച് ഒരുപാട് പേര് ജീവിതത്തിലേക്ക് കയറി വന്നിട്ടുണ്ട് രവീന്ദ്രൻ. അതൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. ചെയ്ത തെറ്റുകൾ മാത്രം ഒരു സൂചിമുന എന്ന പോലെ മനസ്സിനെ കുത്തുന്നു. മുന്നിൽ വന്ന് കർത്താവ് ചോദിക്കുന്നു, തന്ന വേഷം നന്നായിട്ട് കെട്ടിയാടി, എന്നിട്ടും നീ... അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ രവീന്ദ്ര. യാത്ര പറയാൻ നേരമാകുമ്പോൾ ചെയ്ത മഹാപാപങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരിക. ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാനുള്ളൊരു വ്യഗ്രത കാണും.
കുറ്റബോധം മനസ്സിൽ തിളച്ചു മറിയും. അവസാന ശ്വാസം എടുക്കുമ്പോൾ നാം സ്നേഹിച്ചവരുടെ മുഖം പോലെ വേദനിപ്പിച്ചവരുടെയും മുഖം മുന്നിൽ വരും. എനിക്ക് വയ്യ രവീന്ദ്ര. അച്ഛനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മനസ്സ് തിളച്ചു മറിയുന്നതാണ് കലാവതി. ഒരുപാട് കുഞ്ഞുങ്ങൾ എന്റെ കയ്യിൽ കടന്ന് ഇവിടുത്തെ അനാഥാലയങ്ങളിൽ വളർന്നു. തെരുവിൽ അലഞ്ഞു നടന്ന കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ എത്തിച്ചു. ഓടയിലും റെയിൽവേ സ്റ്റേഷനിലും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ എന്റെ കൈവെള്ളയിൽ കിടന്ന് ചിരിച്ചു. പള്ളിയുടെയും അനാഥാലയത്തിന്റെയും മുറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് വന്ന് ഞാൻ അവരെ എടുത്തു വളർത്തി. എത്രയെത്ര കുഞ്ഞുങ്ങൾ എന്റെ സ്നേഹത്തണലിൽ വളർന്നത്, എത്രയെത്ര കുഞ്ഞുങ്ങൾ. അവരുടെ ഒന്നും അച്ഛനും അമ്മയും ആരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കുട്ടിയെ മാത്രം അവന്റെ അമ്മ ആരാന്നറിഞ്ഞിട്ടും അവന്റെ അമ്മയെ അറിയിക്കാതെ ഞാൻ വളർത്തി.